ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ മുടി ഓക്കെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ആക്ച്വലി ഞാൻ ഇത് വെറുതെ ഇങ്ങനെ ഇട്ടതാണ്, ബോറല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കുഴപ്പമില്ലായിരിക്കും. ഇച്ചിരി ചുരുണ്ടതായതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കേട്ടോ. എൻ്റെ മുടി ചുരുണ്ടുപോയി. ഓക്കെ, അല്ല വേണ്ട, ചെവിയുടെ മണ്ടക്കടത്തിന് കിടന്നോട്ടെ. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അഗൈൻ ശങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറയുന്ന പോലെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കുറേ എക്സ്ക്യൂസുകളുമായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാ തവണയും എക്സ്ക്യൂസ് പറയുമ്പോൾ എനിക്കൊരു ഹോസ്പിറ്റൽ കേസ് പറയാനുണ്ടാവുമല്ലോ. ഇത്തവണയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ മാസം എൻ്റെ അപ്പൂപ്പൻ മുത്തശ്ശൻ ദാറ്റ് പേഴ്സൺ ഓക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ചെറിയ വൈറൽ ഫീവറൊക്കെ ആയിട്ട്. ചെറുതല്ല, അത്യാവശ്യം നന്നായിട്ടുണ്ട്. കുറച്ച് അത്യാവശ്യം ഇച്ചിരി. കഴിഞ്ഞ മാസം കുഴപ്പമില്ലായിരിക്കല്ലേ. കഴിഞ്ഞ മാസം കേട്ടോ. കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ ജൂലൈയിൽ കുറേ നാളായില്ല ഇങ്ങനെ സംസാരിച്ചിട്ട്. ഇരിക്കും അങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ. നോക്കാം നമുക്ക് സെറ്റാകാം. ജൂലൈ ഒരു 22 പപ്പ അഡ്മിറ്റ് ആയത്. ആൻഡ് 31 സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ആയിരിക്കും. ഓക്കെ, 22 അഡ്മിറ്റായി. 31 ഇങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്ത് വന്നത്. ആൻഡ് അതാണ് കാരണം വീഡിയോ പിടിക്കാത്തതിന് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതല്ല കാരണം. കുറച്ച് എന്താ പറയുക, കുറച്ച് ബിസി ആയിരുന്നു ലൈഫ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലാസ്റ്റ് പോയത് എന്ത് പറഞ്ഞിട്ടാണ്, എൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് അത് ഞാൻ ഇന്ന് പറയുന്നതാണ് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് മെയിൻലി ഉൾക്കൊള്ളിക്കുന്നത് ഇതൊക്കെയാണ്. എൻ്റെ റിസൾട്ട് പറയുന്നു. ആൻഡ് ബോർഡിൻ്റെ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ, ബോർഡിൻ്റെയും നീറ്റിൻ്റെയും റിസൾട്ട് പറയുന്നു. ആൻഡ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് ഒന്ന് പറയാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ദാ വരുന്നു. ഞാൻ വന്നു കേട്ടോ. ജനലൊന്ന് തുറക്കാൻ പോയതാ, സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എൻ്റെ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് പറയാനാണെങ്കിൽ എനിക്ക് 82.4% ആയിരുന്നു. ഇൻഡിവിജ്വൽ മാർക്കൊക്കെ പറയണമെന്നുണ്ടോ? ഇൻഡിവിജ്വൽ മാർക്ക് പറയാനാണെങ്കിൽ ഞാൻ 2 പറയത്തുള്ളൂ. ഇംഗ്ലീഷ് ആൻഡ് കെമിസ്ട്രി ആ 2 പറയാം. ഇംഗ്ലീഷിന് എനിക്ക് 93 ഉണ്ടായിരുന്നു. കെമിസ്ട്രിക്ക് എനിക്ക് 91 ഉണ്ടായിരുന്നു. അത് മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. ബാക്കിയത് പറയില്ല, ബാക്കിയൊക്കെ മോശം. ബാക്കിയുടെ പറയാല്ലേ. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതോടൊക്കെ പറയാലോ. അപ്പോൾ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് 93, കെമിസ്ട്രി 91, ബയോ 89, ഫിസിക്സ് 79, മാത്സ് തീരെ കുറവാണ്, ഓൺലി 60 ഔട്ട് ഓഫ് 100. ഓക്കെ, അതൊക്കെയാണ് എൻ്റെ ബോർഡ് എക്സാമിൻ്റെ കാര്യങ്ങൾ. 82.4% ഞാൻ പറഞ്ഞല്ലോ. അടങ്ങിയിരിക്കും മുടി, ഞാൻ പറയുന്ന കേട്ടില്ലേ. പിന്നെ നീറ്റിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. നീറ്റിനും വലിയ ഗുണമൊന്നുമില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ വീഡിയോ ഇട്ടായിരുന്നു തോന്നുന്നു. ഞാൻ കൊള്ളത്തില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോ ഇട്ടായിരുന്നു എന്തോ. എന്തായാലും ഇപ്പോൾ പറയുകയാണ്, നീറ്റും വലിയ അത്യാവശ്യം എന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയും പോലും കൊള്ളില്ലായിരുന്നു. നാട്ടുകാരും എല്ലാം കണ്ടെങ്കിൽ അല്ല, ഞാനിങ്ങനെ ഇരുന്ന് ആരോടാന്ന് എന്താന്നും ഇല്ലാതിരുന്ന് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട് വട്ടാണെന്ന് വിചാരിക്കുക. ഈ മുടി ഞാൻ വരുവാന്നേ ഇട്ടിടില്ലല്ലോ അല്ലേ. ഓക്കെ, ഞാൻ ക്ലിപ്പ് വെച്ച് കെട്ടി അല്ലെങ്കിൽ അതെനിക്ക് പാരയാണ്. അതല്ലേ എനിക്ക് കുറച്ച് ചേരുന്നേ. അതെ, ഒരു സെക്കൻഡേ, തിരിച്ചോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയ നീറ്റിൻ്റെതും വലിയ ഗുണമൊന്നുമില്ലായിരുന്നു. എനിക്ക് 322 ആണ് കിട്ടിയത്. 322 മാർക്സ് ഔട്ട് ഓഫ് 720. റാങ്ക് ഓൾ ഇന്ത്യ റാങ്കൊക്കെ പറയാനാണെങ്കിൽ എന്തോ 3,83,088 അങ്ങനെ എന്തോ ഒരു റാങ്ക്. എനിക്കത് ഓർമ്മ പോലും ഇല്ല. അത് കുറേ ഡിജിറ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ മാർക്ക് എത്ര ഡിജിറ്റ്സ് അല്ല, അതങ്ങനെ
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, എൻ്റെ നീറ്റ് പരമായ കാര്യങ്ങളും ബോർഡ് എക്സാം പരമായ കാര്യങ്ങളും മുഖം ക്ലിയർ ആണല്ലോ അല്ലേ എന്ന് തോന്നുന്നു. ഓക്കെ, എവിടുന്നാ ഈ വെട്ടം വരുന്നത്? ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ എത്ര വെട്ടമില്ലല്ലോ. ഇങ്ങോട്ട് നോക്കുമ്പോൾ ഓക്കെ. കുറേ നാളായി സംസാരിച്ചിട്ട്, അപ്പോൾ എനിക്കൊരു ഒരു ഇതങ്ങോട്ട് വരുന്നില്ല. ആ ഒരു എന്താ പറയുക, ആ പറയാനുള്ള ഒരു ഇതുണ്ടല്ലോ, ടെൻഡൻസി, അതങ്ങോട്ട് വരുന്നില്ല. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി കറണ്ട് ലൈഫിനെ പറ്റി പറയാം. ആരാത്? എന്താ മമ്മി? എന്തോ കഴിക്കാൻ വിളിക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതും കൂടെ പറഞ്ഞു എടുത്തിട്ട് പോകാം. അതെ, കഴിക്കാനല്ലേ. ഞാൻ കഴിച്ചിട്ട് വന്ന് ഉടനെ പഠിക്കാനിരിക്കണം എന്ന് വിചാരിച്ചത്. എത്ര മണിയായി? ഓ മൈ ഗോഡ്, 8 ബജെ. പറയട്ടെ, എന്താ പറയാൻ വന്നേ? കറണ്ട് ലൈഫ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. അത് എനിക്ക് തോന്നി ഞാൻ ആ വീഡിയോ ഇട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളകിയോ എനിക്കൊരു ബോധമില്ല കേട്ടോ. അത് പണ്ടേ ഇല്ല, ഇപ്പോൾ പിന്നെ ഒട്ടുമില്ല. ഞാൻ അങ്ങ് പറയാം. റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് സൈലത്തിലാണ്. എൻ്റെ ക്രാഷ് കോഴ്സ് ഞാൻ സൈലത്തിൽ നിന്ന് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ക്രാഷ് നമ്മുടെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞായിരുന്നു. സൈലത്തിൻ്റെ നമ്മുടെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് ഉടനെ നമ്മൾ ക്രാഷിന് ചേർന്നായിരുന്നു. ആക്ച്വലി ഞാനാണ് കേട്ടോ ചേർന്നത്. നമ്മളെന്നാണ് ഞാൻ പറയണത്. ഓക്കെ, ക്രാഷിന് ചേർന്നായിരുന്നു. അതും സൈലത്തിലായിരുന്നു. ഇപ്പോഴും സൈലത്തിലാണ്. കോട്ടയത്താണ് ഞാൻ. കോട്ടയം ക്യാമ്പസിലാണ് ഞാൻ ചേർന്നത്. ഇന്നിപ്പോൾ പോയിട്ട് വന്നതേ ഉള്ളൂ. അല്ല, ഞാൻ 6:30 ആയപ്പോൾ എത്തിയതാണ്. ഓക്കെ, അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കണം. ഇന്നലെ ഞാൻ കുറച്ച് ഞാൻ പഠിക്കുന്നതിൻ്റെ എഴുതുന്നതിൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചു. പക്ഷേ എനിക്ക് ഇന്നലെ ഇത് ഈ ഇൻട്രോ പറയുന്ന സാധനമുണ്ടല്ലോ, അത് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങ് മടി പിടിച്ചിരുന്നു പോയി. ചത്തം എൻ്റെ കണ്ണ് പോലെ ഇരിക്കും. കണ്ണ് ഓർക്കും. ഈ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടുന്നുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് 8 മിനിറ്റ് ആയുള്ള ഫസ്റ്റ്. ഇതൊന്നും യാട്ടിൽ ലെങ്ത് വെക്കൂല. അപ്പോൾ സൈലന്റ് കോട്ടയത്ത് നമ്മൾ ജോയിൻ ചെയ്തതെന്നാണ്. ജൂൺ 10 ക്ലാസ് തുടങ്ങിയത്. ജൂൺ 10 തുടങ്ങി. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 6 ആയുള്ളൂ. 2 മാസം തികച്ചായില്ല. 2 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ 1.5 വിട്ട ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ. എന്നാലും ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇവിടെ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ്. അപ്പം 1.5 വിട്ട ദിവസങ്ങളിലാണ് നമുക്ക് ഓഫ്ലൈൻ ഉള്ളത്. ആൻഡ് മറ്റേ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയുന്നത് ഓൺലൈനാണ്. ഇവിടെ ഇരുന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ നാളെ ഓൺലൈൻ ഡേ ആണ്. നാളെ ഇവിടെ ഇരുന്ന് സൈല ആപ്പിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. മറ്റന്നാൾ വീണ്ടും പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇതൊക്കെ ഞാൻ പറയണം. പിന്നെ നമ്മുടെ പഠിത്തത്തിൻ്റെ കുറച്ച് വീഡിയോസും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇടണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. എനിക്ക് കുറച്ച് പെൻഡിങ് വർക്കുകളുണ്ട്. അതായത് ഞാൻ ഈ അപ്പൂപ്പനോട് ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്ത് ഒരു 2 ദിവസം ഞാൻ പോയിരുന്നില്ല. ക്ലാസ്സിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ 2 ദിവസത്തെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക, എനിക്കൊരു റൊട്ടീൻ ഞാൻ തുടങ്ങി വെച്ചതാണ്. പക്ഷേ അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴത്തേനും അത് തകടം മറിഞ്ഞു പോയി. പിന്നെ ഡിസ്ചാർജ് ആയിട്ട് വന്നിട്ടും ആ ഒരു റൊട്ടീനിലേക്ക് എനിക്ക് തിരിച്ചു കയറാൻ പറ്റിയില്ല. ഐ ഹോപ്പ് ഐ വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് സൂൺ എന്നെനിക്ക് തോന്നുന്നു. ഞാൻ കാശസാഹോ, മലയാളത്തിൽ എന്താ ഇനി പറയണേ, ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്ര മതിയായിരിക്കും. 10 മിനിറ്റ് കഴിയും. ഇത്ര മതിയായിരിക്കും. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ബോർഡ് എക്സാംസിൻ്റെ കാര്യം പറഞ്ഞു, നീറ്റിൻ്റെ മാർക്ക് പറഞ്ഞു, എൻ്റെ കറണ്ട് ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ബിസി ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഓൺലൈൻ ഡേയും ഓഫ്ലൈൻ ഡേയും ഇങ്ങനെ ഓൾട്ടർനേറ്റ് വരുന്ന കാരണം ഒരു സമയം കിട്ടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓൺലൈൻ വീഡിയോസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ 5 വരുന്നു മമ്മി. ഇപ്പോൾ വരാം. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
5 മണിക്കൂർ, കെമിസ്ട്രി ഇല്ല കേട്ടോ, ഫിസിക്സ് 3 മണിക്കൂർ, 4 മണിക്കൂർ. ഇനിയിപ്പോൾ നാളത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ 5.5 മണിക്കൂറാണ്. പല വീഡിയോസാണ് കേട്ടോ. അപ്പം അങ്ങനെ ഫിസിക്സ് മാത്രം 5.5 മണിക്കൂർ. പിന്നെ കെമിസ്ട്രി ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു തീരുമാനമാവും. അപ്പോൾ സമയം കിട്ടാറില്ല. പിന്നെ ഓഫ്ലൈൻ ഡേയ്സിലാണെങ്കിൽ ഇപ്പം ഞാൻ കടിച്ചു പിടിച്ചിരുന്നതാണ് ഇങ്ങനെ വന്നിട്ട്. ഓഫ്ലൈൻ ഡേയ്സിൽ രാവിലെ ഞാൻ ഇവിടുന്ന് 6:30 പോവും, വൈകിട്ട് 6:30 വരുന്നത്. ലൈക്ക് കോട്ടയം വരെ ഓടി എത്തണമെങ്കിൽ ഞങ്ങൾക്ക് 8:20 ക്ലാസ് തുടങ്ങും. അപ്പം നമ്മളൊരു 8 മണിയെങ്കിലും ആകുമ്പോൾ ചെല്ലണ്ടേ. അല്ല ഓടിക്കതച്ചങ്ങോട്ട് ചെന്ന് കയറിയിട്ട് ക്ലാസ്സിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ പോണില്ല. ഞാൻ ക്യാമറയിലേക്കല്ല നോക്കുന്നത്, ക്യാമറയിലേക്ക് നോക്കുമ്പോഴും അപ്പം ഒന്ന് റിലാക്സ് ആവാനായിട്ടാണ് നമ്മൾ 8 മണിക്ക് പോകുന്നത്. അല്ല 8 മണിക്ക് പോകുന്നില്ല, 8 മണിക്ക് ഇവിടെ ചെല്ലണം എന്നുള്ള രീതിയിൽ പോകുന്നത്. 6:30 പോവും, ചിലപ്പോൾ 6:30 വണ്ടി മിസ്സാവും. അപ്പം നമ്മളൊരു 7 മണിക്കുള്ളിൽ നമ്മൾ എന്തായാലും പോകും. അങ്ങനെയെങ്കിൽ ഒരു 8 മണി ആകുമ്പോഴത്തേനും നമ്മൾ ചെല്ലുകയും ചെയ്യും. അങ്ങനെയാണ് ഓഫ്ലൈൻ ഡേ എന്ന് പറയുന്നത്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞാനൊന്നും പഠിക്കാറില്ല കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ അതിനൊരു ചേഞ്ച് വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന്, ഇതും ഫോണിൽ കുത്തലാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതല്ല. വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം ഒന്ന് കുറച്ചുകൂടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം. എൻ്റെ ഇരിപ്പ് കണ്ട പ്രൊഡക്റ്റീവാണെന്ന് ആരും പറയില്ല, എന്നാലും ഇച്ചിരിയൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ. ഓക്കെ, ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ എന്നെ ഇപ്പോൾ കൊല്ലും. അപ്പം ഞാൻ ഓടി വരാം. വൈകിട്ടത്തെ ഡിന്നർ കഴിച്ചിട്ട് ഓടി ഒന്ന് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. എൻ്റെ പെൻഡിങ് വർക്ക് തീർക്കണം. അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ ഒപ്പിക്കണം. ലൈക്ക് കുത്താനല്ല, അമ്മയുടെ ഫോണിലാണ് സൈലത്തിൻ്റെ ആപ്പ് ഉള്ളത്. അതിനകത്താണ് ക്ലാസ് കാണുന്നത്. ഈ ഫോണിൽ സോറി കേട്ടോ, ഈ വെച്ചിരിക്കുന്ന കസേര അനങ്ങുന്നതാണ്, എൻ്റെ കാലം തട്ടിയത്, ക്ഷമിക്കണം. ഈ ഫോണിൽ ആപ്പില്ല, അമ്മയുടെ നമ്പറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഫോണിലാണ് ആപ്പ്. നമ്മൾ അതിനകത്താണ് ക്ലാസ് കാണുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഓടി വരാം, എന്നിട്ട് നമുക്ക് ക്ലാസ് കാണാം. ഡിന്നർ കഴിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഡേ 1 കുറച്ച് വീഡിയോസ് കാണാം. ഇന്നത്തേത് ഒരു ചെറിയ റിവിഷനാണ് കേട്ടോ. സുവോളജിയുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പാറ്റയുടെയും ഒരു തവളയുടെയും കുറച്ച് അനാട്ടമി, പിന്നെ കുറച്ച് ബേസിക്സും. നാളെ ഞങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ചാപ്റ്റർ വൈസ് എക്സാമാണ്. ഇതാ ഈ കാണുന്ന ചാപ്റ്ററിൻ്റെ, അതിനുള്ള തത്രപ്പാടാണിത്. അങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ തിയറി വായിച്ചുകൊണ്ടിരുന്നു. തിയറി വായിച്ച് മടുത്തപ്പോഴാണ് എനിക്ക് ആ പ്രശ്നം റിയലൈസ് ചെയ്യാനൊത്തത്. പ്രശ്നം ആക്ച്വലി തിയറിയുടെ അല്ല കേട്ടോ, എൻ്റേത് തന്നെയാണ്. എനിക്ക് തിയറി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മടുപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന്. ക്വസ്റ്റ്യൻസ് ആണല്ലോ മുഖ്യം, അല്ലേ ബിഗിലേ? അതെ. അപ്പോൾ നേരെ സൈലത്തിൻ്റെ ആപ്പ് എടുത്ത് നമ്മുടെ വീഡിയോ ക്ലാസ്സിൽ ചെയ്യിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് മറിച്ച് നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും. ബാക്കിയൊക്കെ നമ്മുടെ ഈ DPPയിലുള്ളത് തന്നെയാണ്. DPP എന്ന് പറഞ്ഞാൽ അത് ആ തുറന്നു വെച്ചിരിക്കുന്ന ബുക്ക് കണ്ടോ, കുറേ പടങ്ങളൊക്കെ കാണുന്നത്. ആ തുറന്നു വെച്ചിരിക്കുന്ന ബുക്കാണ് നമ്മുടെ DPP. അതിലെ ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് തരുന്നത്. അതൊക്കെ അങ്ങനെ നോക്കി പഠിച്ച് ഞാനിരുന്നു. ഇടയ്ക്ക് ചില ക്വസ്റ്റ്യൻസിന് നമ്മൾ തിയറി നോക്കേണ്ടി വരും. അങ്ങനെ ഇടയ്ക്ക് തിയറിയും നോക്കുന്നുണ്ട്. അപ്പോൾ അതാ എൻ്റെ റിവിഷൻ അങ്ങനെ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഉറക്കം തൂങ്ങിയിരുന്നാണ് പഠിക്കുന്നത്, എന്നാലും പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ ഡേ 2 ആളെത്തി. രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിയായപ്പോഴത്തേന് ഞാൻ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തെത്തി. എന്നാൽ നമുക്ക് ഇന്നത്തെ പണി തുടങ്ങിയാലോ? എന്താ വെട്ടം, സൂര്യപ്രകാശത്തിന് പോലും കാണില്ല ഇത്രയും വെളിച്ചം. അയ്യോ, നിങ്ങൾ വന്നോ? എന്നാൽ പിന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി കളയല്ലേ? കുറിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുമെന്ന് ദൈവത്തിനറിയാം.
അപ്പോൾ ടു ഡു ലിസ്റ്റ് പ്രഹസനം ഇതാ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും കാണുന്നില്ല എന്നറിയാം. ഒരു സെക്കൻഡേ, ഇതാ പിടിച്ചോ. ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് കാണത്തില്ലേ? ഇതൊക്കെയാണ് ഞാൻ ആ ടു ഡു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഫിസിക്സ് എടുത്തു. കുറച്ച് പെൻഡിങ് ക്ലാസ്സുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് തീർക്കലാണ് ഇന്നത്തെ ലക്ഷ്യം. അങ്ങനെ ഓരോ ക്ലാസ്സായിട്ട് കാണാൻ തുടങ്ങി. തീരുമെന്ന് ഒരു പ്രതീക്ഷയില്ല കേട്ടോ, കുറേ വീഡിയോസ് ഉണ്ട്. എങ്കിലും ഒരു പ്രതീക്ഷയിൽ, ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ ആ പണി തുടങ്ങി. ക്ലാസ് കണ്ടു മടുത്തപ്പോൾ കുറച്ച് എഴുതാമെന്ന് വിചാരിച്ചു. എഴുതാമെന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ, നേരത്തെ കണ്ടു വച്ചിരുന്ന കുറച്ച് ക്ലാസ്സിൻ്റെ നോട്ട്സ് എഴുതാമെന്ന് വിചാരിച്ചു. അതാണ് ഈ കുത്തിക്കുറിയുന്നത്. ഇതൊന്ന് കുത്തിക്കുറിച്ച് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് വേണം ഇന്നത്തെ ക്ലാസ് കാണാൻ. അങ്ങനെ വീണ്ടും ഞാൻ ഈ ക്ലാസ് കാണൽ ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് സാർ ചെയ്യിച്ച കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തനിയെ ഒന്ന് ചെയ്തു നോക്കുന്ന കേട്ടോ. ഒരു കോൺഫിഡൻസ് ഒക്കെ വേണ്ടേ, പ്രത്യേകിച്ച് ഫിസിക്സ് ആകുമ്പോൾ. നമ്മുടെ കയ്യിൽ ഒതുങ്ങൂലാന്ന് തോന്നിയാൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം അതിനെ ഒതുക്കിയെടുക്കാൻ. അതാണ് ഈ കാണുന്നത്. ഹായ്. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഈ പഠിത്തപ്പണി അവസാനിപ്പിക്കുകയാണ്. ബിക്കോസ് ഈ ഫോണിന് ചാർജ് ഇല്ല, അതുപോലെ തന്നെ എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. സോ ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് നാളെ കാണാം. ഓക്കെ, ടാറ്റാ. സമയം 6:15. തെറ്റിദ്ധരിക്കണ്ട, പകലല്ല, വൈകുന്നേരം 6:15. ഇന്നത്തേത് ഒരു മടി പിടിച്ച ദിവസമായിരുന്നു. രാവിലെ എണ്ണീറ്റതേ അമ്മുമ്മയോട് തല്ലുകൂടിയിട്ട്. എന്തിനാണെന്നല്ലേ, ഇന്ന് അപ്പൂപ്പൻ്റെ ചെക്കപ്പ് ഡേ ആയിരുന്നു. അതിന് അപ്പൂപ്പനെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് അമ്മുമ്മ. പോകാനാണെങ്കിൽ എനിക്ക് തീരെ താല്പര്യമില്ല. താല്പര്യമില്ലാത്തത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, ക്ഷീണമായിരുന്നു. ഈ പോക്കുവരവെല്ലാം കഴിഞ്ഞിട്ടേ. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടിക്ക് മാത്രമേ ക്ഷീണമുള്ളൂ എന്ന്. അങ്ങനെയല്ല, കുറച്ചൊക്കെ ക്ഷീണം എനിക്കുമില്ലേ. ആഹാ, സന്ധ്യാസമയം. നല്ല രസമില്ലേ ആകാശം കാണാൻ? അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്നു. വെറുതെ അല്ല കേട്ടോ, കുറച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് ഷടപടയെന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. വീണ്ടും ആധാരമെഴുത്താണോ എന്നല്ലേ ചോദ്യം. എന്നാൽ ഇത് നമ്മുടെ DPPO അല്ലെങ്കിൽ അതിനകത്തെ ക്വസ്റ്റ്യൻസോ ഒന്നുമല്ല. ഇതാണ് DTSൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് ഡെയിലി ടെസ്റ്റ് സീരീസ്. നമുക്കെന്നും പരീക്ഷ കേട്ടോ, എന്നും മീൻസ് ഓഫ്ലൈൻ ഡേയ്സിൽ. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കാണുന്നത്. അതിലെ ഓരോ ചോദ്യങ്ങളും, നമുക്ക് തെറ്റിയ ഓരോ ചോദ്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യാതെ വിട്ട ഓരോ ചോദ്യങ്ങളും ഒരു ബുക്കിലാക്കി അവർ പറയുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം. അതിനുള്ളതാണ് ഈ എഴുതി കൂട്ടുന്നത്. വെറുതെ ടൈം വേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, നമുക്ക് ഇത് വളരെ ആവശ്യമാണ്. നമുക്കറിയാത്ത ചോദ്യങ്ങളും തെറ്റിയ ചോദ്യങ്ങളും ഒക്കെ ഇങ്ങനെ എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ വീണ്ടും മാസ്റ്റേഴ്സ് ആവുകയല്ലേ ചെയ്യുക. അപ്പോൾ ഒരു തരത്തിൽ ഗുണമുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ അല്ലേ, പ്രാക്ടീസ് ചെയ്ത് കളയാം, ഒരു വഴിക്ക് പോകുന്നല്ലേ. അങ്ങനെ ആ പണിയും തീരാറായിരിക്കുകയാണ്. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഹായ്. സോ ഇപ്പോൾ സമയം 9:59 ആയിരിക്കുകയാണ്. 10 മണിയായി ചുരുക്കം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ പഠിത്തം ഇവിടെ വെച്ച് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എനിക്ക് കുറച്ച് ജോലികളുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ എഴുതി തീർക്കാനുണ്ട്. അത് ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേനും തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോഴത്തേന് കിടക്കണം. അപ്പോഴത്തേനല്ല, അത് കഴിയുമ്പോൾ കിടക്കണം. ബിക്കോസ് നാളെ ക്യാമ്പസിൽ പോകേണ്ട ദിവസമാണ്. സോ നേരത്തെ എഴുന്നേൽക്കണം. നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നേരത്തെ കിടക്കണം. അങ്ങനത്തെ കുറച്ച് പണികളുണ്ട്. അത് ഞാൻ ട്രൈപോഡ് എടുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ ആവട്ടെ അല്ലേ.
സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. നല്ല നല്ല വീഡിയോസും കണ്ടൻസുമായിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം. ഇത് എത്രത്തോളം നല്ല വീഡിയോ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല, ബിക്കോസ് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, സജഷൻസ് എല്ലാം ഇങ്ങനെ പോന്നോളൂ, സ്വീകരിക്കുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്താ പറയുക, സ്റ്റേ ട്യൂൺഡ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ലൈഫ് അഹെഡ്. അപ്പോൾ എന്നാൽ ശരി, ഞാൻ കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.